തെലങ്കാന സംഗറെഡ്ഡി ജില്ലയിൽ മരുന്ന് നിർമ്മാണശാലയിൽ സ്ഫോടനം 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. 20 പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരു റിയാക്ടർ ബ്ലാസ്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഇപ്പോഴും ഈ തീപിടുത്തം പൂർണ്ണമായും മാറിയിട്ടില്ല. ഈ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ തീപിടുത്തം, ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഏതാണ്ട് 9:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്, പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വലിയ തോതിലുള്ള പൊട്ടിത്തെറിയായിരുന്നു. ഒരു വലിയ റിയാക്ടറാണ് പൊട്ടിത്തെറിച്ചത്. ശേഷം ഒരു നിർമ്മാണശാല മുഴുവനായി അഗ്നിക്കിരയാകുന്ന തരത്തിലേക്ക് ആ തീപിടുത്തം വ്യാപിക്കുന്നു. അതിൽ 6 പേർ മരിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആ മരണസംഖ്യ കൂടുതലായിട്ടൊക്കെയും ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്ന കണക്ക് 6 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പലരും അയൽ സംസ്ഥാന തൊഴിലാളികളായിരുന്നു. നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട്. 2023 അപ്പോൾ 3 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെലങ്കാനയിലാണ് സ്ഫോടനം ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്.